ഹായ് കുട്ടീസ്, ഇന്ന് നമുക്ക് ജോയുടെ ഒപ്പം ക്യൂട്ടായിട്ടുള്ളൊരു ബണ്ണിക്കുട്ടനെ ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം കേട്ടോ. അതിനുവേണ്ടി ഫേസ് ഇതേപോലെ ഒന്ന് ഉരുട്ടി ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫേസ് കിട്ടൂടാ. ഇനി നമുക്ക് ചെവിയാണ് വേണ്ടത്. ചെവിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ബോൾസ് ഉണ്ടാക്കിയിട്ട് മഴത്തുള്ളി ഷേപ്പിൽ ഒന്ന് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കുക. ഈ രണ്ട് ചെവിയും കൂടി ഇത്തിരി വെള്ളമോ അല്ലെങ്കിൽ പശയോ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അടിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബണ്ണിയുടെ ചെവി റെഡി ആയിട്ടുണ്ട്. ഇനി ചെവി എവിടെയാണോ വരേണ്ടത് അവിടെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബണ്ണിയുടെ ഫിഗർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് നമ്മുടെ ഈർക്കിലിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നടുക്ക്, അതായത് ഈ രണ്ട് ബോഡി പാർട്സിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് വെള്ളം അല്ലെങ്കിൽ പശയോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. എന്നാലാണ് ഇത് നന്നായിട്ട് അവിടെ ഒട്ടിയിരിക്കത്തുള്ളൂ. ഇനി നമുക്ക് കൈ ഉണ്ടാക്കിയെടുക്കാം. കൈക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് മഴത്തുള്ളി ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ഈ മഴത്തുള്ളിയാണ് ഈ ബണ്ണിയുടെ മൊത്തത്തിലുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബണ്ണിയുടെ കൈ റെഡി ആയിട്ടുണ്ട്. കാലുണ്ടാക്കാൻ രണ്ട് ബോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് അതവിടെ കാലിൻ്റെ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ബണ്ണിയുടെ ഔട്ടർ ലുക്ക് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ബണ്ണിയുടെ ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ണാണല്ലോ. അപ്പോൾ കണ്ണ് വരേണ്ട ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നീറ്റതായിട്ടൊന്ന് പശ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഉരുട്ടിയെടുത്തിരിക്കുന്ന ബ്ലാക്ക് കളറിലെ ബോൾസ് ഈ കണ്ണിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ പകുതി ക്യൂട്ട്നെസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണിയുടെ മൂക്കാണോ അത് വായാണോ എന്ന് അറിയത്തില്ലടാ. അവിടെ ഇതുപോലെ ഒരു ഇൻഡു ഷേപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ ചെവിയുടെ ഭാഗത്ത് ഇതുപോലെ ഒരു കുഞ്ഞ് ഫ്ലവറും കൂടി അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ ഒരു കുഞ്ഞ് ഫ്ലവറും കൂടി ഹോൾഡ് ചെയ്തിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളൊരു തണ്ടും ഒരു കുഞ്ഞ് ഫ്ലവറും കൂടി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ബണ്ണിയുടെ കയ്യിൽ അതിരിക്കുന്ന രീതിയിൽ അതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ബണ്ണിയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടുകൊണ്ട് ഒരു ചെറിയ ബോയും കൂടി വെച്ചപ്പോൾ സംഗതി സെറ്റ്.